ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ഗ്രീൻ ചിക്കൻ കണ്ടാലോ. ഗ്രീൻ ചിക്കൻ അല്ലെങ്കിൽ ഹരിയാലി ചിക്കൻ എന്നും പറയാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3-4 പച്ചമുളക്, അതേപോലെ തന്നെ ഒരു പിടി മിൻറ്റ് ലീവ്സ് പുതിനയില, പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ ക്യൂമിൻ സീഡ് ചെറിയ ജീരകം ഉണ്ടല്ലോ അത്, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്. ഇനി നമുക്കിതെല്ലാം കൂടി ഒരു മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. ഞാനിത് അരച്ച് കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സ് ഉണ്ടല്ലോ, ഒരു 10-12 എണ്ണം ഉണ്ടാവും. അത് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഒന്നുകൂടി ഇതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഞാൻ അരച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് ഇതിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 300 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ള. നല്ലോണം കഴുകി വെള്ളമെല്ലാം ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ ഈ അരച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ വേറൊരു മുളക് പൊടി അതൊന്നും ഇടുന്നില്ല. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം തൈര്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു ഹാഫ് ലെമൺ നാരങ്ങ നീര് അതും കൂടി ഇട്ടിട്ട് ചിക്കൻ നല്ലോണം ഒന്നെല്ലാം മിക്സ് ചെയ്ത് വെക്കുക. ഇതൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. നല്ലോണം ഒന്ന് മിക്സാക്കി മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ആദ്യം നമ്മൾ ഒനിയൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇത് ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാനിത് ചിക്കൻ ഫ്രൈ ആക്കാൻ ഇടുന്നതിന് മുമ്പ് ആദ്യം ആ പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടാകുമ്പോൾ ഒരു 2 വലിയ ഉള്ളി നേരിയതായിട്ട് അരിഞ്ഞിട്ട് അതൊന്നിങ്ങനെ വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഉള്ളിയിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഉള്ളി നല്ലോണം ക്രിസ്പി ആയിട്ട് നല്ലോണം ഒന്ന് പൊരിഞ്ഞ് വരും. അങ്ങനെ ഉള്ളിയാടെ കോരി മാറ്റി വെച്ചതിന് ശേഷം ഓയിൽ അധികം ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് മാറ്റിയിട്ട് ബാക്കി ഓയിലിലോട്ട് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ 2 സൈഡും നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്, എല്ലാം കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി ആ സെയിം പാനിലോട്ട് തന്നെ ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ബട്ടർ ഒന്ന് ചൂടാകുന്ന സമയത്ത് ഒരു 2 ഏലക്കായ്, 1 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, ഒരു ബേ ലീഫ് ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ചിക്കൻ ആദ്യം ഫ്രൈ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇട്ട് കൊടുത്താലും മതി. എനിക്കത് മറന്നുപോയതുകൊണ്ട് ഞാനിപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്ന. അപ്പോൾ അതെല്ലാം ഇട്ടിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ കുറച്ച് മസാല ബാക്കി ഉണ്ടാവുമല്ലോ, അതിലേക്ക് ഇത്തിരി വെള്ളം ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിലടക്കം തന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ട് എല്ലാം നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് അവസാനം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 2-3 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വെക്കുക. എന്നിട്ട് അതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കി എല്ലാം നല്ലോണം വീണ്ടും എല്ലാം ഒന്ന് ഇളക്കി മിക്സാക്കി നമ്മളിത് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം നോക്കൂ, നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഗ്രീൻ ചിക്കൻ അടിപൊളിയാണ്, എല്ലാത്തിൻ്റെ കൂടെയും പറ്റും. ഇത് കുറച്ചൊന്ന് ഒരു പെരണ്ടിരിക്കുന്ന പോലത്തെ ഇതാണ്, അധികം ഗ്രേവിയൊന്നും ഉണ്ടാവില്ല.
അപ്പോൾ ഇതെല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.